April 2018 എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണത്. നമ്മളിന്ന് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. മുൻപത്തെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ സൂചിപ്പിക്കണം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. The top view of a 75 mm line measures 65 mm, while the length of its front view is 50 mm. Its one end is on HP and 15 mm in front of VP. Draw the projections and find its inclination. Question വളരെ ക്ലിയർ ആണ്. ടോപ്പ് വ്യൂ ഓഫ് എ 75 mm ലൈൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ട്രൂ ലെങ്ത് ആണ് 75 mm. 75 mm ലെങ്ത് ഉള്ള ലൈനിൻ്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് 65 mm ആണ്. ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് 50 mm ആണ്. സോ ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് എലിവേഷൻ EL is equal to 50 millimeter and plan PL is equal to 65 millimeter and the true length TL is equal to 75 millimeter. ഇത്രയും കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് തന്നെ അവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിന് ശേഷം ക്വസ്റ്റ്യനിൽ പറയുന്നത് വൺ എൻഡ് ഈസ് ഓൺ HP എന്നും ആൻഡ് അനദർ എൻഡ് ഈസ് 15 mm ഇൻ ഫ്രണ്ട് ഓഫ് VP എന്നുമാണ്. അപ്പം നമുക്ക് റഫായിട്ടൊന്ന് പറയുകയാണെങ്കിൽ റെഫറൻസ് ലൈൻ നമ്മൾ വരയ്ക്കുന്നു. വൺ എൻഡ് ഈസ് ഓൺ HP, ദാറ്റ് ഈസ് P ഡാഷ് ഓൺ HP. HP എന്ന് പറയുന്നത് ഫ്രണ്ട് വ്യൂവിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. സോ നമ്മൾ P ഡാഷ് ഓൺ HP കൊടുത്തു. ആൻഡ് 15 mm ഇൻ ഫ്രണ്ട് ഓഫ് VP എന്ന് പറയുമ്പോൾ താഴെയാണ് വരുന്നത് അല്ലേ, ദാറ്റ് ഈസ് P. അപ്പോൾ P ആണ് 15 mm താഴെ വരുന്നത്. ഇൻഫ്രണ്ട് എന്ന് പറയുമ്പോൾ XYലിൻ്റെ താഴെയാണ് വരുന്നത്, നമുക്കത് അറിയാമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ പ്ലാനും എലിവേഷനാണ് ഇനി മാർക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്ക് പ്ലാനും എലിവേഷനും എങ്ങനെ മാർക്ക് ചെയ്യാം എന്നുള്ളതാണ്. ഇനി ഇൻക്ലിനേഷൻസ് ഒന്നും തന്നിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇതിൻ്റെ ഒരു റിവേഴ്സ് ഡയറക്ഷനിൽ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. പ്ലാൻ 65 mm. സോ ദിസ് ഈസ് ദ പ്ലാൻ പോയിന്റ് P സ്റ്റാർട്ടിങ് ഫ്രം ഹിയർ. സോ 65 mm നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. സോ ദിസ് ഈസ് 65 mm പ്ലാൻ. സോ നമുക്ക് ഇവിടെ നമുക്ക് എന്ത് കിട്ടും, ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ടാവും. സിമിലർലി നമുക്ക് എലിവേഷൻ 50 mm അറിയാം. സോ P ഡാഷിൽ നിന്നും 50 mm മാറിയിട്ട് നമ്മൾ എലിവേഷനും കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. സോ ദിസ് ഈസ് എലിവേഷൻ EL ആൻഡ് ഹിയർ വി ഹാവ് എ പോയിന്റ് ആൻഡ് ദ ലെങ്ത് ഓഫ് ദിസ് എലിവേഷൻ ഈസ് 50 mm. ഇത്രയും മനസ്സിലായി എന്ന് കരുതുന്നു. ഇത്രയും വരച്ചു കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരിക്കും. കാരണം നമുക്കറിയില്ല ഇനി അടുത്തത് എന്താണ് ചെയ്യേണ്ടതെന്ന്. സാധാരണഗതിയിൽ നോർമൽ ലെവലുള്ള കുട്ടികൾക്ക് നമുക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണത്. ഓർമ്മയിൽ വെക്കേണ്ടതും ഇവിടെ തന്നെയാണ്. നമ്മളിനി ചെയ്യുന്നത് ട്രൂ ലെങ്ത് ആണ്. നമ്മൾ ഈ ട്രൂ ലെങ്ത് ലൈനാണ് നമ്മൾ ഇനി വരയ്ക്കാൻ പോകുന്നത്. ട്രൂ ലെങ്ത് ലൈൻ നമ്മൾ ഫ്രണ്ട് വ്യൂവിൽ കോമ്പസിൽ ഒരു 75 mm എടുത്ത് ആർക്ക് കട്ട് ചെയ്തെടുക്കുക. ഡ്രോ ഇൻ ആർക്ക് വിത്ത് റേഡിയസ് 75 mm. റേഡിയസ് 75 എടുത്ത് നമ്മൾ ആർക്ക് കട്ട് ചെയ്തിടുന്നു. നമുക്കറിയാം പ്ലാൻ ലെങ്ത് PL ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ്ലി വന്ന് ഇന്റർസെക്ട് ചെയ്യുന്നത് ട്രൂ ലെങ്ത് ലൈനുമായിരിക്കും. അങ്ങനെയാവുമ്പോൾ ഇവിടെ ഒരു ഇന്റർസെക്റ്റിംഗ് പോയിന്റ് കിട്ടും. നമുക്ക് അവിടെ ഒരു ലോക്കസ് ലൈൻ വരയ്ക്കാം. ആ ലോക്കസിനെ നമ്മൾ HH എന്നാണ് വിളിക്കാറ്. HH എന്നാണ് വിളിക്കുക. സോ ദിസ് ഈസ് ദ റിക്വയർഡ് ട്രൂ ലെങ്ത് ഇൻ ദ ഫ്രണ്ട് വ്യൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഈ പോയിന്റ് നമ്മൾ ബൈ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുന്നതാണ്. നമ്മൾ ഫസ്റ്റ് ഫ്രഷർ ആയിട്ടുള്ള ഒരു കുട്ടികൾക്ക് ഇത് കിട്ടില്ല. വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യണം. പ്ലാൻ ലെങ്ത്തിൽ നിന്ന് നമ്മളൊരു ലൈൻ പ്രൊജക്റ്റ് ചെയ്യുന്നു. നമ്മളത് നേരത്തെ വരച്ച ട്രൂ ലെങ്ത്തിന്റെ ആർക്കിൽ വന്ന് ഇന്റർസെക്ട് ചെയ്യുന്നു. ട്രൂ ലെങ്ത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 75 ആണ്. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആ ആർക്കിലേക്ക് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ P'Q1' കിട്ടുന്നു. ക്ലിയർ? ഇനി നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. സോ നമുക്ക് ഇനി എലിവേഷൻ ഈ ലൈനിലേക്ക് റൊട്ടേറ്റ് ചെയ്യാം. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സെൻറ്ററായിട്ട് P' ആണ് എടുക്കുന്നത്. എന്നിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ HHൽ വന്ന് ഇന്റർസെക്ട് ചെയ്യും. ഈ പോയിന്റ് ആണ് നമുക്ക് റിക്വയർഡ് Q'. ഇതാണ് റിക്വയർഡ് Q' എന്ന് പറഞ്ഞ പോയിന്റ്. ഇത് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 50 mm എലിവേഷൻ തന്നെയാണ്. ഇത് നേരെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടേക്ക് ഒരു ലൈൻ വരും. നമുക്ക് ഈ പ്ലാൻ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. പ്ലാൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടേക്ക് പ്ലാൻ ലെങ്ത് തന്നെ വരും. PL വരും. ഇവിടെ നമുക്കൊരു ലോക്കസ് ലൈൻ VV എന്ന് പറയുന്ന ലൈൻ വരുന്നു. ദെൻ P' ഇപ്പം കിട്ടിയ Q2' നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നു. ഡ്രോപ്പ് ചെയ്യുമ്പോൾ അത് VVയിൽ ഒന്ന് ഇന്റർസെക്ട് ചെയ്യുകയും ഇവിടെ നമുക്ക് പുതിയ Q2 കിട്ടുകയും ചെയ്യും. ഇത് നമ്മൾ ജോയിൻ ചെയ്യുന്നു. P2 Q2 ജോയിൻ ചെയ്യുന്നു. വി ഹാവ് ദ ട്രൂ ലെങ്ത്. ഇവിടെ ആയിരിക്കും Q വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായി തന്നെ കരുതുന്നു. ആക്ച്വൽ സൊല്യൂഷനിലേക്ക് പോവാം. ആക്ച്വൽ സൊല്യൂഷൻ ഇങ്ങനെയാണ്. നമ്മൾ 15 mm താഴെയാണ് ലൈൻ എടുക്കുന്നത്. നമ്മൾ ലൈൻ
പേരെടുത്തിട്ടുള്ളത് AB എന്നാണ്, നിങ്ങളത് കൺഫ്യൂഷനായിട്ട് കരുതണ്ട. നോക്കിക്കോളൂ. 15 mm ലൈൻ നമ്മൾ താഴെ വന്ന് വരച്ചു. പോയിന്റ് A' ഇവിടെ ലൊക്കേറ്റ് ചെയ്തു. ഓൺ HP ഇവിടെ നമ്മൾ പോയിന്റ് A ലൊക്കേറ്റ് ചെയ്തു. അതിനുശേഷം പ്ലാൻ ലെങ്ത് 65 എടുത്ത് ഒരു ലൈൻ, ഹൊറിസോണ്ടൽ ലൈൻ അപ് ടു ദിസ് പോയിന്റ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടു. ഈ ലൈനാണ് വരച്ചിട്ടുള്ളത് 65 mm. അതിനുശേഷം എലിവേഷൻ 50 mm എലിവേഷൻ എടുത്ത് നമ്മൾ 50 mm ലൈനും വരച്ചിട്ടു. 50 mm എലിവേഷൻ ലൈൻ വരച്ചിടുക. അതിനുശേഷം 70 mm ട്രൂ ലെങ്ത് എടുത്ത് ഒരു ആർക്ക് നമ്മൾ കട്ട് ചെയ്തിടുകയാണ് ചെയ്യുന്നത്. ഒരു ആർക്ക് വരച്ചിടുന്നു. ആ ആർക്കിലേക്ക് ഈ 65 mm പ്ലാൻ ലെങ്ത് നമ്മൾ വെർട്ടിക്കലായിട്ട് പ്രൊജക്റ്റ് ചെയ്യുക. വെർട്ടിക്കലായിട്ട് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ വന്ന് ഇന്റർസെക്റ്റ് ചെയ്യുകയും നമുക്ക് B1' കിട്ടുകയും ചെയ്യും. നമ്മൾ ഈ ലോക്കസിന് നമ്മൾ HH എന്ന് പേര് കൊടുക്കുന്നു. നമ്മൾ ട്രൂ ലെങ്ത് ലൈൻ കംപ്ലീറ്റ് ചെയ്യുന്നു. ട്രൂ ലെങ്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന ട്രൂ ലെങ്ത് 70 ആണ്, നമുക്ക് അറിയാവുന്നതാണ്. അതിനുശേഷം ആ ലോക്കസിലേക്ക് 50 mm ലൈൻ റൊട്ടേറ്റ് ചെയ്യുന്നു. നമുക്കപ്പോൾ എലിവേഷന്റെ പോയിന്റ് നമുക്ക് കിട്ടുന്നത് ദാറ്റ് ഈസ് B1'. അത് നമ്മൾ B' നോട്ട് B1, ഇറ്റ് ഈസ് B'. നമുക്ക് എലിവേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. സോ നമുക്ക് ഇവിടെ ആൽഫ കിട്ടി, ഇവിടെ നമുക്ക് തീറ്റ കിട്ടിയിട്ടുണ്ട് ഓൾറെഡി. ഈ ആംഗിളാണ് തീറ്റ, ഈ ആംഗിളാണ് ആൽഫ. സോ അതിനുശേഷം നമ്മൾ B' നേരെ ഡ്രോപ്പ് ചെയ്യുകയും B1 65 mm പ്ലാൻ നമ്മൾ ഈ സ്ട്രെയിറ്റ് ലൈനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് പ്ലാൻ ആയിരിക്കും. പ്ലാൻ എന്ന് പറയുന്നത് 65 ആണ്, ഓൾറെഡി തന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇൻക്ലിനേഷൻ കിട്ടി. ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് ബീറ്റയാണ്. ഈ ഇൻക്ലിനേഷനെയാണ് നമ്മൾ ബീറ്റ എന്ന് വിളിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ 65 mm B' റൊട്ടേറ്റ് ചെയ്തിട്ടുള്ള B2' ഡ്രോപ്പ് ചെയ്യുകയും XY റെഫറൻസ് ലൈനുള്ള B2' ഡ്രോപ്പ് ചെയ്യുകയും നമുക്ക് ഈ VV എന്ന് പറയുന്ന ലോക്കസിൽ B2 എന്ന് പറയുന്ന പോയിന്റ് കിട്ടുകയും ചെയ്യും. ആ ലൈനിന് നമ്മൾ ട്രൂ ലെങ്ത് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ട്രൂ ലെങ്ത് മെഷർ ചെയ്യുക, അതുപോലെ തന്നെ ആംഗിൾസ് മെഷർ ചെയ്യുക, ഇൻക്ലിനേഷൻസ് മെഷർ ചെയ്യുക. സോ നമുക്ക് തീറ്റ സൊല്യൂഷൻ ബോക്സ് നമ്മളിവിടെ ബോക്സ് വരയ്ക്കുക. അതിൽ നമ്മൾ തീറ്റ, ആൽഫ, ബീറ്റ, ഫൈ, അതുപോലെ തന്നെ നമുക്ക് ഇത്രയും ഡീറ്റെയിൽസ് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ സൊല്യൂഷൻ കംപ്ലീറ്റ് ആവുന്നതാണ്. മനസ്സിലായി എന്ന് തന്നെ കരുതുന്നു. വൃത്തിയായി 1-2 പ്രാവശ്യം വരച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്കിത് എക്സാമിന് 10 മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. താങ്ക്